കുറേ നാളുകൾക്ക് മുമ്പ് ഒരു പള്ളിയിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ശബ്ദം കേട്ടിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ഒരുവൻ പറയണ്ട, അച്ഛൻ്റെ ശബ്ദം വളരെ സുന്ദരമാണ്. ഈ സുന്ദരമായ ശബ്ദം അച്ഛൻ കുർബാന ചെല്ലുമ്പോൾ പാട്ടുപാടാൻ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരുപാട് പേരെ കുറച്ചുകൂടെ അച്ഛനിലൂടെ ദിവ്യകാരുണ്യത്തിലേക്ക് ആകർഷിക്കാനായിട്ട് സാധിക്കും. അവൻ്റെ ആ പറച്ചിൽ കേട്ടപ്പോൾ എൻ്റെ മനസ്സിലും ഒരാഗ്രഹം തോന്നി. അങ്ങനെ പാട്ടുപാടാൻ അറിയാവുന്ന ഒരുവനെ കൊണ്ടുവന്ന് അവൻ്റെ കീഴിൽ കുറച്ച് ദിവസം കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന കുറച്ച് പാട്ടുകൾ, പ്രിഫേഷനും കോൺസെക്രേഷനും ഒക്കെ ഒന്ന് പാടി പഠിച്ചു. അതിനുശേഷം അത് ദിവ്യബലി അർപ്പിക്കുന്ന സമയത്ത് ഞാനത് ഉപയോഗിക്കുകയും ചെയ്തു. അങ്ങനെ കുർബാനയൊക്കെ കഴിഞ്ഞ് എൻ്റെ വേറൊരു സുഹൃത്ത് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അച്ഛൻ പാട്ട് പാടുമല്ലേ? ഞാൻ അച്ഛൻ്റെ പാട്ട് ആദ്യമായിട്ട് കേൾക്കാം, നല്ല രസമുണ്ട് അച്ഛൻ. അങ്ങനെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു. അതിനുശേഷം അവൻ പോകാൻ നേരത്ത് വേറൊന്നുകൂടെ ചേർത്ത് വെച്ചു, അച്ഛൻ പാട്ടുപാടാതെ സാധാരണ ബലി അർപ്പിക്കില്ലേ, അതുപോലെ ബലി അർപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവം ഉണ്ടല്ലോ അച്ഛൻ, അത് വല്ലാത്തൊരു അനുഭവമാണ്. ആ ഒരു അനുഭവം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ അച്ഛൻ പരിശ്രമിക്കണുണ്ട്. എന്നിട്ട് അവൻ എൻ്റെ അടുത്ത് നിന്ന് അകന്നുപോയി. അതിനുശേഷം അവൻ പറഞ്ഞത് ഞാൻ വീണ്ടും ഒന്ന് ആലോചിക്കാറ്. പ്രിയമുള്ളവരെ, അവൻ പറഞ്ഞത്, അച്ഛൻ്റെ പാട്ടൊന്നിനും കൊള്ളത്തില്ല, അച്ഛൻ പാട്ട് പാടണ്ട, അച്ഛൻ പാട്ട് പാടാതെ ബലി അർപ്പിക്കുന്നത് എന്ത് രസമാണെന്ന് അറിയാം. അവൻ പറഞ്ഞത് അതാ. പക്ഷേ എൻ്റെ മനസ്സിന് അതൊരു ബുദ്ധിമുട്ട് പോലും ഉണ്ടാക്കി. ചില കാര്യങ്ങൾ എങ്ങനെ പറയണം എന്നതിൻ്റെ സുന്ദരമായൊരു ഉദാഹരണമാണ് അവൻ എനിക്ക് പകർന്നു നൽകിയത്. പരിശുദ്ധാത്മാവിൻ്റെ വിവേകമെന്ന പുണ്യം അവനിലേക്ക് ഇങ്ങനെ വാരിക്കോരി ചൊരിഞ്ഞിട്ടുണ്ടോ എന്ന് പോലും എനിക്ക് സംശയമായിരുന്നു. ചിലപ്പോൾ നമ്മളൊക്കെ ചില കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയുമ്പോൾ ആ പറയുന്ന രീതിക്കനുസരിച്ച് അവരുടെയൊക്കെ മനസ്സിൽ വല്ലാതെ വേദന അനുഭവിക്കാറുണ്ട്. ബീർബലിൻ്റെ കഥകളിലാണെന്ന് തോന്നുന്നു കേട്ട ഒരു കാര്യം ഇങ്ങനെയുണ്ട്. രാജാവിൻ്റെ 2 ഉപദേശകർ രാജാവിനെ കാണാൻ ചെല്ലുക. കാരണം അവർക്ക് 2 പേർക്കും ഒരു ദർശനം കിട്ടുകയുണ്ടായി. അത് വേറെ ഒന്നുമില്ല, രാജാവ് കൊല ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. അത് അവർ 2 പേരും 2 സമയത്ത് രാജാവിനെ ഒന്ന് അറിയിക്കുന്നുണ്ട്. ഒരുവൻ വന്ന് നേരെ പറഞ്ഞു, രാജാവ് ശ്രദ്ധിക്കണം, രാജാവ് കൊല്ലപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന്. രാജാവിന് ഒട്ടും ഇഷ്ടമായില്ല. എന്നിട്ട് രാജാവ് അവനെ തുറുങ്കിലടക്കുന്നുണ്ട്. രണ്ടാമത്തവൻ അതേ കാര്യം തന്നെ രാജാവിനോട് പറഞ്ഞു, പക്ഷേ ഒന്ന് മയപ്പെടുത്തിയാ പറഞ്ഞു. രാജാവിനോട് രണ്ടാമത്തവൻ വന്ന് പറഞ്ഞ കാര്യം ഇങ്ങനെയായിരുന്നു, രാജാവെ, പുത്രന് രാജസ്ഥാനം അലങ്കരിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. രാജാവ് അവനെ അഭിനന്ദിച്ച് തിരിച്ചുവിടുകയാണ്. 2 പേരും പറഞ്ഞ കാര്യം ഒന്ന് തന്നെയായിരുന്നു, പക്ഷേ രീതി വ്യത്യസ്തമായിരുന്നു. അതുകൊണ്ട് ഒരുവൻ തുറുങ്കിലടക്കപ്പെട്ടു, അപരൻ പ്രശംസയ്ക്ക് കാരണമായി എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെയൊക്കെ ചുറ്റുപാടുമുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരോട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള കാരണം ഈ നാവല്ലേ. ഈ നാവ് വേണ്ട രീതിയിലൊന്ന് ഉപയോഗിക്കാൻ സാധിച്ചാലുണ്ടല്ലോ, അതിനേക്കാളും വലിയ ഒരു അനുഗ്രഹത്തിൻ്റെ വേറൊന്ന് നമുക്ക് സ്വന്തമായിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ നാവിനെ വിവേകത്തോടു കൂടെ ഉപയോഗിക്കാനുള്ള വലിയ പുണ്യം നൽകി ഈശോയെ, അങ്ങയുടെ ആത്മാവിനാൽ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് നിരന്തരമായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റും. ദൈവം അനുഗ്രഹിക്കട്ടെ.